യുദ്ധത്തിന് തയ്യാറെന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. അതായത് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയ്ക്ക് തങ്ങളില്ല എന്നും ഇറാൻ പറയുന്ന പശ്ചാത്തലം ഏറെ ഗൗരവമേറിയ ഒന്നാണ്. അമേരിക്കയുടേത് വെടിനിർത്തൽ കരാർ ലംഘനമാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. സമാധാന ചർച്ചകളിൽ നിന്ന് അതിനാൽ പിന്മാറുകയാണ്. നമുക്കറിയാം മറ്റന്നാളാണ് ഇസ്ലാമാബാദിൽ വെച്ച് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പ്രഖ്യാപിച്ചിരുന്നത്. അതിപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം സമാധാന ചർച്ച എന്ന് പറയുമ്പോൾ ഇരുപക്ഷത്തുമുള്ള ആളുകൾ വേണമല്ലോ. അതിൽ ഇറാൻ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. നാവിക ഉപരോധം പിൻവലിക്കണമെന്നാണ്, ഹോർമുസിലെ നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ല നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ പ്രതിനിധികൾ ഇറാനുമായി അടുത്ത ഘട്ട ചർച്ചയ്ക്കായി പോകുന്നു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിലെ തസ്നീം ന്യൂസ് ഏജൻസി ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ചർച്ചയ്ക്ക് സംഘത്തെ അയക്കില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. അജയ്, ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആദ്യഘട്ട ചർച്ച പരാജയമായിരുന്നു. വലിയ തല്ലും ബഹളവും ഒക്കെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഉണ്ടായി എന്നാണ് മനസ്സിലായത്. രണ്ടാം ചർച്ചയിൽ ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ ഉരുത്തിരിയുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുകൂടി ഇല്ലാതാകുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയൊക്കെ ഫോണിൽ വിളിച്ച് അനുരഞ്ജനത്തിന് തയ്യാറാകണമെന്നും മറ്റും പറഞ്ഞു എന്നറിയുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്ന് തോന്നുന്നു, അല്ലേ? ഈ സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ ഈ ചർച്ചകൾ എന്നതിനെ സംബന്ധിച്ച് തന്നെ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ തിങ്കളാഴ്ച ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഈ വെടിനിർത്തൽ കാലയളവ് പൂർത്തിയാകുന്ന 22-ാം തീയതി, അതായത് മറ്റന്നാൾ ബുധനാഴ്ച ഈ ചർച്ചകൾ നടക്കുമെന്നുള്ള പല അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു. US-ന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു തീയതി അവർ പറഞ്ഞിരുന്നില്ല. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനാണ് കൃത്യമായിട്ടുള്ള മധ്യസ്ഥത വഹിച്ച് ഇത്തരമൊരു തീയതി നിശ്ചയിക്കുകയും ഇസ്ലാമാബാദ് ഈ ചർച്ചയ്ക്കുള്ള സ്ഥലമായി തിരഞ്ഞെടുക്കുകയും അമേരിക്കൻ ഇറാൻ പ്രതിനിധികൾ അവിടെ എത്തുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പലതവണ പാകിസ്ഥാൻ ഒരു അനുനയത്തിന് ശ്രമിച്ചിരുന്നു. നേരത്തെ അസീം മുനീറൊക്കെ നേരിട്ട് ഇറാനിലേക്ക് എത്തി ഈ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ടെലിഫോൺ വഴി സംസാരിച്ചിട്ട് നേരിട്ടെത്തി ചർച്ചകൾ നടത്തിയിട്ടും ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും ഒരു അനുനയത്തിന് വഴങ്ങുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയമാണെങ്കിലും കൃത്യമായ ഒരു തീയതി ഈ ചർച്ചയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവർ ഈ ഇപ്പോൾ ഇറാന്റെ ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ തങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്നാണ് ഇറാൻ അറിയിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നത് അമേരിക്കയാണ് ഇസ്ലാമാബാദിൽ നടക്കാനിരുന്ന ഈ ചർച്ച പരാജയപ്പെടാൻ കാരണം, അമേരിക്ക കാരണമാണ് തങ്ങളിപ്പോൾ നിലവിൽ പിന്മാറുന്നത് എന്നും അബ്ബാസ് അറക്ചി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല IRGC വലിയൊരു യുദ്ധപ്രഖ്യാപനം കൂടിയാണ് നടത്തിയിരിക്കുന്നത്. ഇറാൻ ഇനി യാതൊരുവിധ സഹകരണത്തിനും തയ്യാറല്ല, തങ്ങൾ അമേരിക്കയുമായി വേണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണ് എന്നതാണ് IRGC പുറത്തുവിട്ട ഒരു പ്രഖ്യാപനം. ഇറാന്റെ ഈ ചരക്ക് കപ്പൽ ആക്രമിച്ച് അവരുടെ എഞ്ചിൻ റൂം തകർത്ത് പൂർണ്ണമായി ഈ കപ്പൽ US കസ്റ്റഡിയിൽ എടുത്തതിനെ കടുത്ത പ്രകോപനത്തോടെയാണ് ഇറാൻ നോക്കിക്കാണുന്നത്. അതുതന്നെയാണ് ഈ ചർച്ചയിൽ നിന്ന് അവർ പിന്മാറാനുള്ള കാരണം. അതും ഈ വെടിനിർത്തൽ മറ്റന്നാൾ അവസാനിക്കാനിരിക്കുകയാണ്. ഇനി 2 ദിവസം മാത്രമേ വെടിനിർത്തൽ അവസാനിക്കാനുള്ളൂ. ഇനി അതിനുശേഷം ഇറാൻ ഒരു പ്രകോപനത്തിന് ഒരുങ്ങുമോ എന്നുള്ളതും വലിയൊരു സംശയം തന്നെയാണ്. ഇനി വെടിനിർത്തൽ കാലയളവ് അവസാനിക്കുന്നതിന് മുൻപേ അമേരിക്കയോ പാകിസ്ഥാനോ പുതിയ എന്തെങ്കിലും അനുനയ നീക്കമായി മുന്നോട്ട് വന്നാലേ ഈ സമാധാന നീക്കങ്ങൾ പുനരാരംഭിക്കുകയുള്ളൂ. പക്ഷേ ട്രംപ് വളരെ കടുത്ത രീതിയിൽ പ്രകോപനം ഇപ്പോഴും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. അതായത് ട്രംപിന്റെ കടുത്ത ഭീഷണി വീണ്ടും ഇറാനെതിരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ചർച്ചകളുടെ അന്തരീക്ഷത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പുതിയ ഭീഷണി. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇറാൻ ഒരു ന്യായമായ കരാറിന് തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രത്യാഘാതം കഠിനമായിരിക്കും എന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ, പാലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് ഇത് പുതിയ ഭീഷണിയല്ല. ഇറാന്റെ വെടിനിർത്തൽ കരാർ ഇറാൻ പൂർണ്ണമായും ലംഘിച്ചുവെന്ന് ട്രംപ് ആവർത്തിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ 47 വർഷമായി മറ്റ് പ്രസിഡന്റുമാർ ഇറാന്റെ കാര്യത്തിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് എൻ്റെ ബഹുമതിയായി ഞാൻ കാണുന്നു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇറാനെ ഒരു കൊലയാളി രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അജയ്, ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ഊർജ്ജ നിലയങ്ങളും
പാലങ്ങളും മറ്റുമായിരുന്നു ട്രംപിൻ്റെ ടാർഗറ്റ്. ചില പാലങ്ങൾ, പ്രധാനപ്പെട്ട 2 വലിയ പാലങ്ങൾ ഇറാനിലെ തകർക്കാൻ അമേരിക്കയ്ക്കായി. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് പിന്മാറുകയാണ്. ഇപ്പോൾ ആ മുന്നറിയിപ്പ് വീണ്ടും മുന്നോട്ട് വെക്കുമ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാനെ ആക്രമിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. കാരണം അത്രത്തോളം നാണം കെട്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. രഞ്ജിത്ത്, ഈ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കാരണമാകുന്ന എല്ലാവിധ പ്രസ്താവനയും ട്രംപ് തുടർച്ചയായി നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, അതും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം അനിശ്ചിതത്വത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ട്രംപ് തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇറാനെതിരെ തൻ്റെ പഴയ ഭീഷണി ട്രംപ് വീണ്ടും എടുത്ത് ഉപയോഗിക്കുകയാണ്. ട്രംപ് മുൻപ് പറഞ്ഞിരുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അവരുടെ ഒരു നിയന്ത്രണം തുടർന്നു കഴിഞ്ഞാൽ ഇറാനുള്ളിലുള്ള പവർ പ്ലാന്റുകളും അതുപോലെ തന്നെ പാലങ്ങളും തകർക്കും എന്നുള്ള ഭീഷണി ട്രംപ് മുൻപ് ഉയർത്തിയിരുന്നു. അതേ ഭീഷണി തന്നെ ട്രംപ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് US-മായി ഒരു ന്യായമായ കരാറിൽ ഇറാൻ ഏർപ്പെടണം, അല്ലാത്ത പക്ഷം ഇറാനെ ശക്തമായ രീതിയിൽ ആക്രമിക്കും, അവരെ മുട്ടുകുത്തിക്കും എന്നെല്ലാമാണ് ട്രംപ് തൻ്റെ പുതിയ പോസ്റ്റിൽ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ട്രംപ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു തൻ്റെ നേതൃത്വത്തിലുള്ള US സംഘം ഇതിനോടകം തന്നെ പാകിസ്ഥാനിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ ചർച്ചകൾക്ക് തയ്യാറാണ്. ഈ ചർച്ചകൾക്ക് ഇറാനും സമ്മതമറിയിക്കണം, ഇറാനും ഈ ചർച്ചകൾക്ക് US-ന് താല്പര്യപ്പെട്ട ഒരു രീതിയിൽ വഴങ്ങണം എന്നെല്ലാമാണ് ട്രംപ് ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നത്. ഇല്ലെങ്കിൽ അല്ലാത്ത പക്ഷമാണ് ഈ പാലങ്ങളും അതുപോലെ തന്നെ പവർ പ്ലാന്റുകളും തകർക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ US ആക്രമണം എന്ന് മുതലാണ് ഈ വെടിനിർത്തൽ കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ US ഉടൻ തന്നെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമോ എന്നൊന്നും തന്നെ ട്രംപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടില്ല. ഒരു കൃത്യമായ തീയതിയോ അല്ലെങ്കിൽ എന്ന് ആക്രമിക്കുമോ എന്നൊന്നും പറയാതെ ഒരു ഭീഷണിയുടെ സ്വരം, അതാണ് ട്രംപ് ഈ പോസ്റ്റിലൂടെ ആവർത്തിക്കുന്നത്. തീർച്ചയായും അതൊരു പ്രത്യേക സാഹചര്യമാണ്. മറ്റൊന്ന്, ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഇസ്ലാമാബാദിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, 2ാം ഘട്ട ചർച്ചയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിൽ ഇറാൻ പങ്കെടുക്കുന്നില്ല എന്ന് ഇപ്പോൾ കുറച്ച് മുമ്പാണ് അവർ വ്യക്തമാക്കിയത്. അത് ഈ കപ്പലൊക്കെ പിടിച്ചെടുത്തതിന് ശേഷമായിരുന്നു. പക്ഷേ അതിന് മുൻപ് ആദ്യം ആരാണ് പങ്കെടുക്കുന്നത്, JD വാൻസ് ഈ ചർച്ചയുടെ ഭാഗമാകില്ല എന്ന് ട്രംപ് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നും മറ്റും പറഞ്ഞിരുന്നു. അത് പിൻവലിക്കുകയും JD വാൻസ് ഈ ചർച്ചയുടെ ഭാഗമാകും, ഇറാൻ US സമാധാന ചർച്ചയുടെ ഭാഗമാകുമെന്നും മറ്റും പ്രഖ്യാപിച്ചിരുന്നു പിന്നീട്. അത് പക്ഷേ ഇനിയിപ്പോൾ ചർച്ചയുടെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ JD വാൻസ് തന്നെ ഈ സംഘത്തെ നയിക്കും എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബുധനാഴ്ച നിലവിലെ വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. നമുക്കറിയാം ഇതിനിടയിൽ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാക്കാൻ വൈസ് പ്രസിഡന്റ് നേരിട്ടെത്താനൊക്കെയുള്ള ശ്രമങ്ങളായിരുന്നു അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതേസമയം ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട അമേരിക്കൻ നേതാക്കളൊക്കെ ഈ ചർച്ചയ്ക്കായി അവിടെ എത്തുമെന്നുള്ള സൂചനകളെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ലാഹോറിലും മറ്റും വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.